ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്ന് നല്ല കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കൊട്ടും നെയ്യൊക്കെ വെച്ചിട്ടുള്ള കപ്പ ബിരിയാണിയാണ്. അപ്പോൾ അത് നല്ലോണം ക്ലീനാക്കി എടുക്കുക. എൻ്റെ സൗണ്ടിനൊരു വ്യത്യാസമുണ്ട്, അപ്പോൾ എല്ലാവരും ക്ഷമിച്ചേക്ക്. ഒരാഴ്ചയായി സൗണ്ടൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നലെ വീഡിയോ ഒന്നും ഇടാഞ്ഞ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ വെളിച്ചെണ്ണേൻ്റെ ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നെയ്യ് കൊണ്ട് തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ്. അതുകൊണ്ട് 2 സവാള എടുക്കുക, പിന്നെ 2 ടൊമാറ്റോ അത് നന്നായി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് അതും നല്ലോണം വഴറ്റിയെടുക്കുക. ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴറ്റി കിട്ടുന്നതാണ്. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇഞ്ചി ഞാൻ അരിഞ്ഞിട്ടു, പച്ചമുളകും അങ്ങനെ തന്നെ. വെളുത്തുള്ളി ഇനി ചതച്ചിട്ടിടും. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ മിക്സ് ആയിട്ടാകുമ്പോൾ നല്ലോണം വെന്ത് കിട്ടും. എന്തായാലും കുറച്ച് ടൈം എടുക്കുമല്ലോ ഇത് വേകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ്, അപ്പോഴാണ് അതിൻ്റേതായ ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ. പിന്നെ മുളക് പൊടി എരിവിന് ആവശ്യത്തിനായിട്ട്. ഇതിൽ കാശ്മീരി ചില്ലിയല്ല ഞാൻ ഉപയോഗിക്കുന്നത്, സാധാരണ നോർമൽ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ഇട്ട് കൊടുക്കുക. ആദ്യം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. അങ്ങനെ നല്ലോണം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലോണം വഴറ്റിയെടുക്കണം. ഒരു പച്ചച്ചവയൊക്കെ മാറണം. പച്ചച്ചവ മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുരുമുളക്, പിന്നെ ആവശ്യമുള്ളത് ഗരം മസാല. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഗരം മസാലയാണ് നമ്മളിപ്പോൾ ചേർത്തത്. ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കുരുമുളക് ക്രഷ് ചെയ്തത്, കുരുമുളക് നന്നായിട്ട് പൊടിച്ചതാണെങ്കിൽ അതും ചേർക്കാം, പക്ഷെ ഞാൻ കുറച്ച് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അങ്ങനെ നല്ലോണം ചേർത്തിട്ട്, ഇതിൽ നല്ലോണം എരിവുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റാണ്. ഇപ്പം ഞാൻ കുറച്ചധികം തന്നെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടും എരിവ് കുറച്ച് കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. നല്ലോണം കുരുമുളക് ഇട്ടാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുരുമുളക് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം കൊട്ടും നെയ്യെല്ലാം ഉള്ളത് ചേർത്ത് കൊടുക്കുക. ഭയങ്കരമായിട്ട് ടേസ്റ്റാണിത്. നിങ്ങൾ തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കുന്നത് വേറെ ഉണ്ട്, പക്ഷേ അതല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നും. പിന്നെ ഇതിൻ്റെ കറിയായിട്ട് വേറെ തന്നെ എടുക്കുകയും ചെയ്യാം, കപ്പ വേറെ തന്നെ വേവിച്ചിട്ടെടുത്താൽ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നല്ലോണം ഇതാക്കി കൊടുക്കുക. അപ്പോൾ ചട്ടിയിൽ കൊള്ളാത്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ കുറച്ച് വേട്ടെ, എന്നിട്ട് നമുക്ക് മാറ്റി കൊടുക്കുക, വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ലോണം ഇതിലേക്ക് മിക്സ് ആവണം ഈ കൊട്ടും നെയ്യും. ഇതിൽ വേണമെങ്കിൽ തനി കഷ്ണമൊക്കെ ഇടാം നമ്മൾ, പക്ഷേ ഇത് മാത്രം നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, കൊട്ടും നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ മസാല ഇതിലേക്ക് നല്ലോണം പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല, വെള്ളം എന്തായാലും ഇറങ്ങി വരും ഇതിൽ നിന്ന്. ഇനി കുറച്ച് മല്ലിയിലും പുതിനയിലും ഇപ്പം തന്നെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ചട്ടിയിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ എന്തായാലും അത് അടിക്കും. അതുകൊണ്ട് ഞാൻ വലിയ ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല വിശാലമായിട്ട് വെന്ത് കിട്ടും. അടിക്കും പിടിക്കുമല്ലോ ഉരുളി, അടി കട്ടിയുള്ളതാണല്ലോ ഉരുളി, അപ്പോൾ അത് നല്ല രീതിയിലാവും. എന്നിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറെ തന്നെ കറി വേണ്ടുന്നവർ കറി മാറ്റി വെക്കുക. അല്ലാത്തത് ഇതിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കപ്പ ബിരിയാണി ആക്കാവുന്നതാണ്. അപ്പോൾ നല്ലോണം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വേറെ തന്നെ മാറ്റി വെക്കാം. നല്ല തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെയുള്ള ഈ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കറിവേപ്പില വേണമെങ്കിൽ ഇത് ചേർക്കുക, പക്ഷേ കറിവേപ്പില ചേർത്താൽ അതിൻ്റെ ഒരു കൂടുതൽ ടേസ്റ്റാണ് വരിക, ഇതിൻ്റേതായ രീതിയിൽ വരില്ല. അപ്പോൾ കപ്പ വേറെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിന്ന് കറി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ചോറിനേക്ക്. അപ്പോൾ ബാക്കി കപ്പയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഉടഞ്ഞ് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല വൃത്തിയിലായാലാണ് അതിൻ്റേതായ രീതിയിലുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, വേറെ തന്നെ കറി മാറ്റി വെച്ച് അതിൽ നിന്ന് ഗ്രേവി കുറച്ചും കൂടി വേണമെന്ന് തോന്നിയപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കലാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി റെഡിയായി കഴിഞ്ഞു.
നല്ലോണം മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നല്ല കളറാണ്, പക്ഷേ ഈ ഫോണിൽ അങ്ങനെ കളറായിട്ട് കാണുന്നില്ല. ഫോട്ടോ എടുത്തപ്പോൾ നല്ല ഇതുപോലെയാണ് കളർ ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, വീണ്ടും കാണാം.